അനധികൃത കുടിയേറ്റം കൊണ്ട് ബംഗാളിലും അസമിലും ഉണ്ടായ ജനസംഖ്യ അസന്തുലിതാവസ്ഥ ഇന്ത്യയുടെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പടരുന്നു. ബംഗാളിന് പിന്നാലെ ഝാർഖണ്ഡും വലിയൊരു ഡെമോഗ്രാഫിക് ഇൻവേഷന്റെ, അതായത് കുടിയേറ്റക്കാരുടെ അധിനിവേശത്തിന്റെ പിടിയിലാണെന്ന് കണക്കുകൾ നിരത്തി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. റിപ്പബ്ലിക് സമ്മിറ്റ് 2026 സംസാരിക്കവെയാണ് കിഴക്കൻ ഇന്ത്യയുടെ സാംസ്കാരിക സ്വത്വവും സുരക്ഷയും തകർക്കുന്ന ഈ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നടിച്ചത്. ഇതോടെ അതിർത്തികൾ സുരക്ഷിതമാക്കാനും അനധികൃതമായി എത്തിയവരെ പുറത്താക്കി മറ്റൊരു സംസ്ഥാനം കൂടി ശുദ്ധമാക്കാനും കേന്ദ്ര സർക്കാർ കർശന നടപടികളിലേക്ക് കടക്കുകയാണ്. ഇതൊരു സാധാരണ കുടിയേറ്റമാണെന്ന് കരുതരുത്. കാരണം ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു അധിനിവേശം എന്ന് തന്നെ ഇതിനെ പറയണം. കാരണം പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് വഴിയാണ് ഝാർഖണ്ഡിലേക്ക് ഈ നുഴഞ്ഞുകയറ്റം വ്യാപകമായി നടക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും അതിർത്തി കടന്നെത്തുന്നവർ പ്രാദേശിക ഭരണകൂടങ്ങളിലെയും മറ്റു പഴുതുകൾ ഉപയോഗിച്ച് വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐ ഡികളും ഉണ്ടാക്കിയെടുക്കുന്നു. അതിലൂടെ ഇന്ത്യക്കാരാണെന്ന് വരുത്തി തീർത്ത് തദ്ദേശീയരുടെ അവകാശങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ ഇവർ കവർന്നെടുക്കുകയാണ്. അടുത്ത സെൻസസ് വരുമ്പോൾ ഝാർഖണ്ഡിന്റെ ജനസംഖ്യയിലുണ്ടായ ഈ ഞെട്ടിക്കുന്ന മാറ്റം എല്ലാവർക്കും കാണാമെന്നും ഹിന്ദു മുസ്ലിം ജനസംഖ്യാ അനുപാതം പൂർണ്ണമായും തകിടം മറിയുമെന്നുമാണ് ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്ന മുന്നറിയിപ്പ്. വർഷങ്ങളായി ആസം നേരിട്ട് കൊണ്ടിരുന്ന ഏറ്റവും വലിയ സുരക്ഷാ പ്രതിസന്ധിയായിരുന്നു ഈ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ശക്തമായിട്ടുള്ള നടപടികളിലൂടെ ആസം സർക്കാർ അതിനെ നേരിടുകയും സംസ്ഥാനത്തെ വടക്കു കിഴക്കൻ ഇന്ത്യയുടെ വ്യാവസായിക ഹബ്ബായി മാറ്റുകയും ചെയ്തു. ഗുവാഹത്തിയിൽ വരാൻ പോകുന്ന ടാറ്റയുടെ പുതിയ സെമി കണ്ടക്ടർ പ്ലാന്റ് ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. ഈ ഒരു മാറ്റമാണ് ഝാർഖണ്ഡിലും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നുഴഞ്ഞുകയറ്റക്കാർക്ക് കുടപിടിക്കുന്ന ഭരണകൂടങ്ങളുടെ ഒത്താശയോടെ നടക്കുന്ന ഈ അധിനിവേശത്തെ തടയാൻ അതിർത്തികളിൽ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്നൊരുക്കുന്നത്.